ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടി പല തലമുറകളോട് മത്സരിച്ചാണ് 4.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നത്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. അരനൂറ്റാണ്ട് കാലമായി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി 420ഓളം സിനിമകളിൽ വേഷമിട്ട മമ്മൂട്ടിയുടെ ഓരോ പുതിയ കഥാപാത്രവും മുൻപൊരിക്കലും നാം കണ്ടിട്ടില്ലാത്ത ഭാവപ്പകർച്ച കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു. അങ്ങനെ 4.5 ദശകമായി 400 സിനിമകളിലായി നമുക്ക് പരിചയമുള്ള മമ്മൂട്ടി അല്ലാതാവാൻ ഓരോ സിനിമയിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മതിലുകൾ കണ്ട് വിഖ്യാത ബ്രിട്ടീഷ് നിരൂപകൻ ഡെറിക് മാൽക്കം പറഞ്ഞ അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളത എല്ലാ മമ്മൂട്ടി ചിത്രങ്ങളിലും നാം ഇന്ന് കാണുന്നു. ഒരു നിർമ്മാതാവെന്ന നിലയിൽ മലയാള സിനിമയെ പ്രമേയപരമായി നവീകരിക്കുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്കായി ഒരുക്കുന്നത്. 2022 അദ്ദേഹം നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം നിർമ്മിച്ച കാതൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടി. ആ ചിത്രത്തിലെ നായകവേഷം മറ്റേതൊരു സൂപ്പർ താരവും ചെയ്യാൻ മടിക്കുന്ന വേഷമായിരുന്നു. അത് നിസ്സങ്കോചം എടുത്തണിഞ്ഞ് ചിത്രത്തിൻ്റെ ജെൻഡർ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കൂടുതൽ പ്രേക്ഷകരിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുഴു, ഭ്രമയുഗം, കളങ്കാവൽ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം പ്രതിനായക വേഷമാണ് അദ്ദേഹത്തിന്. അങ്ങനെ മാറുന്ന കാലത്തിനും മൂല്യത്തിനുമനുസരിച്ച് സ്വയം പുതുക്കുന്ന നടന ശരീരമാണ് മമ്മൂട്ടിയുടേത്. ഇത്തരം ധീരമായ പരീക്ഷണങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന വിധം മുഖ്യധാരാ പ്രേക്ഷകരുടെ സംവേദനക്ഷമതയെ നവീകരിക്കുന്ന ദൗത്യം കൂടി അദ്ദേഹം നിർവഹിക്കുന്നു. സിനിമയ്ക്കും അഭിനയകലക്കും സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് മലയാള സിനിമയ്ക്ക് തന്നെ മാതൃകയായ ശ്രീ മമ്മൂട്ടിയെ ഈ പുരസ്കാര ലബ്ധിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. സജ്ജനങ്ങൾ, പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ 1 ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ്. നമ്മുടെ പല സിനിമകളും നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ
വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സിനിമയ്ക്കൊരു കഥ വേണം എന്നാലോചിക്കുന്നവരാണ്. സിനിമയിലെ നായകന്മാരും നായികമാരുമൊക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ്. സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത്. മറ്റു ഭാഷാ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യരാണ്, മനുഷ്യർക്ക് മുകളിലുള്ളവരാണ്. അല്ലേ, മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവരാണ്. ഒരു സാധാരണ മനുഷ്യനേക്കാൾ നമ്മുടെ സിനിമയിലെ നായകന്മാർക്ക് ശക്തിയോ ബുദ്ധിയോ ഒന്നുമില്ല, സാധാരണക്കാരാണ്. സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല. അവരുടെക്കും നന്മകളും തിന്മകളും ഉള്ളവരാണ്. മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മ തിന്മകൾ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത്. അതുതന്നെയാണ് നമ്മുടെ വിജയം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ടൊന്ന് നിങ്ങൾ പറയുന്ന, ഞാൻ അതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല, പോട്ടെ, പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എൻ്റെ ആഗ്രഹമുള്ള സിനിമകളാണ്. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത്. ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കും.